2024 പ്രിലിംസ് കഴിഞ്ഞു. പല ആസ്പിറൻസും കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക, ലൈക്ക് വെദർ ദേ വിൽ ക്വാളിഫൈ ഓർ നോട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ക്വാളിഫൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിന് പ്രസക്തിയില്ല. ക്വാളിഫൈ ചെയ്താൽ നമ്മൾ ടെസ്റ്റ് സീരീസ് എടുത്ത് മെയിൻസിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ്. ഇൻ കേസ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്നാലും അടുത്ത അറ്റംപ്റ്റ് കൊടുക്കണം. അപ്പോൾ അടുത്ത അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ അതിന് ആ സമയത്തല്ല മെയിൻസിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇപ്പോൾ തന്നെയാണ് മെയിൻസിന് അതിനുള്ള പ്രിപ്പറേഷനും ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ സെഷനിൽ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, മെയിൻസ് വരുന്നു, പ്രിലിംസ് ഇപ്പോൾ കഴിഞ്ഞു. ഈ വരുന്ന 3 മാസം നമ്മൾ എന്തൊക്കെ ചെയ്യണം, അത് ഇത്തവണ മെയിൻസ് എഴുതുന്ന ആൾക്കാർ, ഇനി മെയിൻസ് എഴുതാതെ അടുത്ത വർഷത്തേക്ക് മെയിൻസ് എഴുതുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, അത് രണ്ടും ഞാൻ ഇന്നത്തെ ഒരു സെഷനിൽ ടച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആദ്യമായി ഇത്തവണ MTS പോകുന്ന ആൾക്കാർക്ക്, അതായത് ഇത്തവണ മെയിൻസ് ടെസ്റ്റ് സീരീസ് എടുത്ത് ഒറിജിനൽ മെയിൻസ് എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ ആകേണ്ട ആൾക്കാർക്ക് എന്താ വേണ്ടെന്ന് ആദ്യം പറയാം. നോക്കൂ, കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ വർഷം 3 മാസം കഷ്ടിച്ചേ നമുക്ക് എന്തിനുള്ളൂ, മെയിൻസ് എഴുതാനുള്ളൂ. കാര്യം പ്രിലിംസ് ഇച്ചിരി വൈകിയല്ലോ. അപ്പോൾ മെയിൻസിന് വി ആർ ഷോർട്ട് ഓഫ് ടൈം. അപ്പോൾ നമ്മൾ പല ടെസ്റ്റ് സീരീസ് കൊടുക്കേണ്ടി വരും, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരും, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ മെയിൻസിന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല, കണ്ടന്റ് പഠിക്കേണ്ടി വരും. ഇനി ഓപ്ഷണൽ സബ്ജക്റ്റ് നമ്മൾ ചിലപ്പോൾ വെൽ വേഴ്സ്ഡ് ആവണം എന്നില്ല, ചിലപ്പോൾ ഒട്ടും തുടങ്ങിയിട്ടേ ഉണ്ടാവില്ല. ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഓപ്ഷണൽ സബ്ജക്റ്റ് നമ്മൾ പഠിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പല സിറ്റുവേഷനിലൂടെ ആയിരിക്കും നമ്മൾ ആസ്പിറൻസ് എല്ലാവരും യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് 3 മാസമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ GS പഠിക്കണം, ഓപ്ഷണലും പഠിക്കണം. ഇനി GS ആണെങ്കിലോ അതിനകത്ത് നമുക്ക് GS 1 ഉണ്ട്, GS 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. 4 ഇസ് റിയലി സിഗ്നിഫിക്കൻറ്റ്. എത്തിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ എത്തിക്സ് നമുക്ക് നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. അതിന് നമ്മൾ ആദ്യമേ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതുണ്ട്. ഇനി ഏറ്റവും ക്രൂഷ്യലായിട്ട് കഴിഞ്ഞ 2 വർഷങ്ങളിൽ കാണുന്ന ഒരു സബ്ജക്റ്റാണ് essay. അപ്പോൾ മുമ്പൊക്കെ essayക്ക് ഒരു 130-140 മാർക്ക് മേടിക്കാൻ റിലേറ്റീവ്ലി ഈസിയർ ആയിരുന്നു. അതിലേക്ക് എത്താൻ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു essay റൈറ്റിംഗ് ഒക്കെ മതി. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, essayയുടെ രീതി തന്നെ മാറിയിട്ടുണ്ട്. നല്ല എസ്സേകൾ, അത് ഫിലോസഫിക്കലി നല്ല രീതിയിൽ essay എഴുതി ടെക്നിക്കലി തന്നെ അത് എഴുതാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ മാർക്ക് കിട്ടുന്നുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്റർവ്യൂ പോയിരുന്ന ആൾക്കാരും കഴിഞ്ഞ വർഷങ്ങളിൽ 130 മുകളിൽ മാർക്ക് essayക്കൊക്കെ മേടിച്ച ആൾക്കാർക്കടക്കം ഇപ്പോൾ 80s ഒക്കെയാണ് മാർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ കോൾ, അതുപോലെ തന്നെ ഓരോ പാരഗ്രാഫ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. അത് കൺസൈസ് ആയിരിക്കണം, കൊഹറൻ്റ് ആയിരിക്കണം. അപ്പോൾ ഈ കൊഹറൻസ് എന്ന് പറയുന്നതും കൺസൈസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഫ്ലോ എന്ന് പറയുന്ന പാരാമീറ്ററും ഇതിനെല്ലാം അർത്ഥമുണ്ട്. ഇതെല്ലാം ഓരോരോ ടൂൾസ് ആണ് ഒരു essay എഴുതാൻ. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു essay എഴുതാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഇവാലുവേറ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നതും അതാണ്. കാലങ്ങളായിട്ട് തന്നെ ഫിലോസഫിക്കൽ എസ്സേസ് നമ്മൾ എഴുതുമ്പോൾ ഒരു ഫിലോസഫിയെ നമ്മൾ പല എക്സാമ്പിൾസ് കൊടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് വർക്ക് ചെയ്യാറില്ല. അങ്ങനെയല്ല അതിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ പോകേണ്ടത് തന്നെ. ഒരു ഫിലോസഫിയുടെ പല ഡയമെൻഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. ഒരു ഫിലോസഫിയെ നമുക്ക് ഏതൊക്കെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് അവിടെ ഇനി കൊണ്ടുവരേണ്ട മാറ്റം. ബിക്കോസ് അതാണ് ഫിലോസഫിക്കൽ എസ്സേയിൽ നിന്ന് അവർ വെച്ചിരിക്കുന്ന ബെഞ്ച് മാർക്ക് അതാണ്. സോ ഈ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് എസ്സേയിൽ ആവശ്യമാണ്. അതുപോലെ എക്കോയിങ് പല സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു essay സെഷൻ കൊണ്ടുവരുന്നുണ്ട്. ഒരു സെഷനല്ല, ഗ്രൂപ്പ് ഓഫ് സെഷൻസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് റൈറ്റിംഗ് സെഷൻസ്. നമ്മൾ essay റൈറ്റിംഗ് നടത്തിയെടുക്കുന്ന സെഷൻസ് ആണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഹാവ് പ്ലാൻഡ് അതിന്റെ ഷെഡ്യൂൾസ് ഒക്കെ നമ്മൾ ഇനിയിപ്പോൾ തന്നെ ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ അത് നമുക്ക് essayക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. രണ്ടാമത് പറയാനുള്ളത് GSന്റെ റൈറ്റിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ GS ക്വസ്റ്റ്യൻസ് എങ്ങനെ അഡ്രസ് ചെയ്യാം, എങ്ങനെ എഴുതാം, എങ്ങനെ നല്ല മാർക്ക് മേടിക്കാം മനസ്സിലാക്കിക്കോളൂ. GS 1, 2, 3, 4 4 ഡിഫറെൻറ്റ് പേപ്പേഴ്സ് ആണ്, ഡിഫറെൻറ്റ് ഫ്ലേവറുകളുള്ള പേപ്പറാണ്. അപ്പോൾ ഈ 4 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് നമുക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഓരോന്നിനും മാർക്ക് കിട്ടാം. നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, GS 3ക്ക് പലപ്പോഴും ആസ്പിറൻസിന് മാർക്ക് കുറവാണ്. ടോപ്പേഴ്സിനടക്കം അതിനായിരിക്കും മാർക്ക് കുറയുക. സീരിയസ് ആസ്പിറൻസിന് 85-90 റേഞ്ചിലൊക്കെ ആയിരിക്കും നല്ല മാർക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ട്. അപ്പോൾ ഓരോ പേപ്പറിനും ഓരോ കാരണങ്ങളുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അതൊക്കെ ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് ഈ പേപ്പറിനൊക്കെ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആസ്പിറന്റ് ഫ്രഷ് ആയിട്ട് പഠിച്ചു തുടങ്ങിയ ആളാണെങ്കിൽ, നിങ്ങൾ ആദ്യത്തെ മെയിൻസ് ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ എൻ്റെ ബാലപാഠങ്ങളൊക്കെ അറിയാമായിരിക്കും. യു വിൽ നോ വാട്ട് ടു റൈറ്റ്, ലൈക്ക് ബേസിക് സ്റ്റഫ്, ലൈക്ക് എങ്ങനെയാണ് ഡിമാൻഡ് അഡ്രസ് ചെയ്യേണ്ടത്, എന്താണ് ഡിമാൻഡ് എന്ന് പറയുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. പലപ്പോഴും വെറ്ററൻസ് ആയിട്ടുള്ള ആസ്പിറൻസ് അടക്കം ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് ഈ വെയിറ്റേജ് ഒക്കെ. ഒരു ക്വസ്റ്റ്യന്റെ പല പാർട്സ് ഉണ്ടാകും. ആ പാർട്സിന് എങ്ങനെ വെയിറ്റേജ് കൊടുക്കണം, ഏത് പാർട്ടിനാണ് വെയിറ്റേജ് കൂടുതൽ കൊടുക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെയിറ്റേജ് കൊടുക്കുകയും തൽഫലമായിട്ട് മാർക്ക് കിട്ടാതെ വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു GS 1, 2 and 3 പേപ്പേഴ്സ്. അപ്പോൾ ഇതൊക്കെയും നമ്മൾ ഈ ഒരു 3 മാസം കൊണ്ട് ചെയ്യേണ്ടതാണ് ഇത്തവണ മെയിൻസ് എഴുതുന്ന ആൾക്കാർ. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനൊക്കെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് വേണം, ഒരു ഷെഡ്യൂൾ വേണം. ആ ഷെഡ്യൂൾ അനുസരിച്ച് ഓരോ സബ്ജക്റ്റും തീർക്കുകയും ബ്രെയിൻ സ്റ്റോം ചെയ്യുകയും ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് കണ്ടന്റ് മനസ്സിലാക്കുകയൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ അതിനൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനകത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യിക്കുന്നുണ്ട്, കുറേ ബ്രെയിൻ സ്റ്റോമിങ് ആ സെഷൻസിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ബേസിക് കണ്ടന്റ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ
വെറ്റിംഗ് പ്രോസസ്സാണ് ആദ്യം നടക്കുക. നിങ്ങൾ കുറേ ടാസ്ക് തരുന്നുണ്ടാവും, നിങ്ങളത് ചെയ്യണം. പിന്നെ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്ന സെഷൻസ് ഉണ്ട്. ഫോഴ്സ്ഡ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് ചില സമയത്ത് പെട്ടെന്ന് കണ്ടന്റ് കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണത്, ഇതെല്ലാം ടെക്നിക്സ് ആണ്, നമ്മളത് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ടെക്നിക്സ് ആണ്. സോ ദാറ്റ് കണ്ടന്റ് നമുക്ക് ഓർത്തിരിക്കാനോ അതല്ലെങ്കിൽ കണ്ടന്റ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനോ ഒക്കെ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഈ ഫോഴ്സ്ഡ് ബ്രെയിൻ സ്റ്റോമിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതുപോലെ തന്നെ മാപ്പ് വർക്ക് നന്നായിട്ട് ചെയ്യേണ്ടി വരും, നന്നായിട്ട് ഫിഗേഴ്സും പടങ്ങളൊക്കെ വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള ട്രെയിൻഡ് ആവണം നമ്മൾ. റൈറ്റിംഗ് പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, ഹാൻഡ് റൈറ്റിംഗ് ഇഷ്യൂസ്, അത് അഡ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സെഷൻസ് ആണ് നമ്മൾ അവിടെ വരുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഒരു ആസ്പിറന്റ് പഠിച്ചു തുടങ്ങുമ്പോൾ ബേസിക് ക്വസ്റ്റ്യൻസും ഉണ്ട്, അഡ്വാൻസ് ക്വസ്റ്റ്യൻസും ഉണ്ട്, UPSC സ്റ്റൈൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ബേസിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ പോളിറ്റിയിലുള്ള ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ. സോ വാട്ട് ഇസ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈനെ പറ്റി അറിയണം, അതിന്റെ എവല്യൂഷനെ പറ്റി അറിയണം. ഇതൊക്കെ യു ആർ സപ്പോസ് ടു നോ, ഒരു ആസ്പിറന്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ക്രോണോളജി ഒക്കെ. സോ ഇതൊരു ബേസ് ആണ്. ഇതുപോലെ എല്ലാ സബ്ജക്റ്റുകളിലും അതിൻ്റെതായ ബേസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ജോഗ്രഫിയിലെ ഡെക്കാൻ ട്രാപ്സിനെ പറ്റി അല്ലെങ്കിൽ ഡെക്കാൻ ഏരിയയുടെ മിനറൽ റിച്ച്നെസിനെ പറ്റി, ഇതൊക്കെ ബേസിക് സ്റ്റഫാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള കുറേ ബേസിക് കണ്ടന്റ് ഉണ്ട് എല്ലാ സബ്ജക്റ്റുകളിലും. നമ്മൾ ആദ്യത്തെ ഫേസിൽ അതൊക്കെ ഫോക്കസ് ചെയ്ത് ആ കണ്ടന്റ് തീർക്കുക, അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റിന്റെ ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് മുകളിൽ കയറി ഡയമെൻഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ഡയമെൻഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാൻ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് ട്രെയിനിങ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 21 ടെസ്റ്റ് അടങ്ങുന്ന ഒരു പ്രോസസ്സാണ്. essay ടെസ്റ്റ് എക്സ്ട്രാ ഉണ്ടാകും, essayക്കുള്ള ട്രെയിനിങ് എക്സ്ട്രാ ഉണ്ടാകും. അപ്പോൾ രണ്ട് രീതിയിലാണ് ഇത് പോകുന്നത്. മെയിൻസ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും മെയിൻസ് കോമ്പാറ്റ് എന്ന് പറയുന്ന കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമും. മെയിൻസ് കോമ്പാറ്റ് ഈ വർഷവും അടുത്ത വർഷവും ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. മെയിൻസ് ടെസ്റ്റ് സീരീസ് 2 പേർക്ക് എഴുതാമെങ്കിലും അത് കുറച്ചും കൂടി ടൈറ്റർ ഷെഡ്യൂളിലായിരിക്കും. 3 മാസം കൊണ്ട് ഇതെല്ലാം പഠിച്ച് തീർക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മളത് ഇത്തവണ എഴുതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് ക്യൂറേറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിന്റെ ഇവാലുവേഷൻ നടത്തുന്നത് 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ എഴുതുന്ന ദിവസവും നെക്സ്റ്റ് ഡേയും കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടും, ലൈവ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടാവും. അത് തരുന്നത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മെന്റേഴ്സും മാത്രമല്ല UPSCയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത ടോപ്പേഴ്സും ഒക്കെയാണ് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരിക. അതും ലൈവ് ഫീഡ്ബാക്ക് തരാനുള്ള പ്രൊവിഷൻസും ഉണ്ട്. അപ്പോൾ വളരെ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു മെന്റർഷിപ്പ് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഡിലേ ഇല്ലാണ്ട് ഷെഡ്യൂളിൽ കാര്യങ്ങൾ പോയാൽ മാത്രമേ നമുക്കിതിൽ സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ മെന്റേഴ്സ് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ മെന്റീസും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഈ ഒരു 3 മാസത്തേക്ക്. മൂന്നാമത്തെ കാര്യം, ചില ആസ്പിറൻസ് അവരുടെ അക്കാഡമികളിൽ, പല അക്കാഡമികളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ മെയിൻസിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരികയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മെയിൻസിന്റെ ഒരു മോഡ്യൂൾ സെഷനും കൂടി മെയിൻസ് കോമ്പാറ്റ് പ്രോഗ്രാമിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജൂൺ 24 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് നമ്മൾ എല്ലാ മെയിൻസ് ടോപ്പിക്സും കവർ ചെയ്യും, കോംപ്രിഹെൻസീവ് ആയിട്ട് തന്നെ കവർ ചെയ്യും. അതിന്റെ റൈറ്റിംഗ് പ്രാക്ടീസും ഉണ്ടാകും. അപ്പോൾ അതെല്ലാം സെഷൻസ് എടുക്കുന്നത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും കൂടാതെ ഈ പറയുന്ന സിവിൽ സർവീസ് ടോപ്പേഴ്സും ഒക്കെ തന്നെയാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാനത് റീക്യാപ്പ് പറയുകയാണെങ്കിൽ, MTS എന്ന് പറയുന്നത് ടെസ്റ്റ് സീരീസ് വിത്ത് മെന്റർഷിപ്പ് ആണ്. 48 hours നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടും. ടോപ്പേഴ്സും സീനിയർ ആയിട്ടുള്ള മെന്റേഴ്സും ക്യൂറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ടൈം ബൗണ്ട് ആയിട്ട് തീർക്കുന്ന ഒരു പ്രോസസ്സാണ്, വിച്ച് വുഡ് ബി വെരി വെരി ഹെൽപ്ഫുൾ ഫോർ പീപ്പിൾ ഹു ആർ അറ്റംപ്റ്റിംഗ് ദിസ് ഇയർ മെയിൻസ്. ഇനി മെയിൻസ് കോമ്പാറ്റ് എന്ന് പറയുന്നത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടൊരു പ്രോഗ്രാമാണ്. ഒരു ടോപ്പറിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നിലവാരം എന്താണെങ്കിലും, നിങ്ങൾ എത്ര ബേസിൽ നിന്ന് തുടങ്ങുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഏസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, മെയിൻസിനെ ഏസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. പല കുട്ടികൾക്കും ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ട്, പല ആൾക്കാർക്ക് റൈറ്റിംഗ് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം അഡ്രസ് ചെയ്യുന്ന രീതിയിലാണ് ആ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതൊരു ലോങ് പ്രോസസ്സാണ്. അതപ്പോൾ ഏകദേശം ഒരു നവംബർ വരെ ആ മെയിൻസ് കോമ്പാറ്റിന്റെ പ്രോഗ്രാമിന്റെ ലെങ്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിൻസ് ആൻസർ റൈറ്റിംഗും ഡിസ്കഷൻസും ഷെഡ്യൂൾസും ലെക്ചർ സീരീസുകളും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഷെഡ്യൂൾസിലൂടെ നിങ്ങൾ കോമ്പാറ്റിന്റെ ഷെഡ്യൂൾസിനനുസരിച്ച് കൃത്യമായി ഷെഡ്യൂൾ ബൗണ്ടായിട്ട് വർക്ക് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. കാരണം എന്താ, ഈ എക്സാം എന്ന് പറയുന്നത് നമ്മളെക്കാളും വലുതല്ല, നമ്മളെക്കാളും ചെറുതാണ്. നമ്മൾ അതിനേക്കാളും വലുതാവാൻ ശ്രമിച്ചാൽ മാത്രം മതി. അപ്പോൾ എക്സാമിനെ എക്സാമായിട്ട് കാണുക, അതിന്റെ സ്ട്രാറ്റജീസ് മനസ്സിലാക്കുക, പ്രിപ്പയർഡ് ആവുക, നന്നായിട്ട് എഴുതുക, ക്വാളിഫൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ബാക്കി അപ്ഡേറ്റ്സ് പുറകെ വരുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്.